നമസ്കാരം. ആഗി സ്കൂൾ ഓഫ് യോഗയുടെ സൗജന്യ യോഗ പഠന ക്ലാസ്സിൻ്റെ 5ാം ദിനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തിരക്കേറിയ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും ഇത്തരം പഠന പദ്ധതികളിലേക്ക് സമയം കണ്ടെത്തി ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് സംസാരിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള ദിനചര്യകൾ. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് നമ്മുടെ ദിനചര്യകൾ ജീവിത നിഷ്ഠകളുമെല്ലാം അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതായിരിക്കണം. അതായത് നേരത്തെ ഉണരുക, നേരത്തെ ഉറങ്ങുക. ഇന്ന് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ മറിച്ചാണ്. വൈകി ഉറങ്ങുകയും വൈകി ഉണരുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയല്ല. നേരത്തെ കിടന്നുറങ്ങുവാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ നേരത്തെ ഉണരുവാൻ ശ്രമിക്കുക. വളരെ പ്രഭാതത്തിൽ തന്നെ ഉണരുവാൻ ശ്രമിക്കുക. കുറഞ്ഞത് 4 മണി 5 മണി ആ സമയത്തെങ്കിലും ഉണരുവാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറഞ്ഞത് ഒരു ദിവസം 6 മുതൽ 8 വരെ ഒക്കെ ഒരാൾക്ക് ഉറക്കം ലഭിക്കേണ്ടതായിരുന്നു. ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ട് ഉറക്കത്തിൻ്റെ അളവ് വ്യത്യസ്തമായിട്ട് വരും. അപ്പോൾ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഉറങ്ങുക. ചിലർക്ക് 7 മണിക്കൂർ ഉറങ്ങിയെങ്കിലേ അത് തൃപ്തികരമാവുകയുള്ളതുകൊണ്ട്, ചിലർ 4 മണിക്കൂർ കൊണ്ട് തൃപ്തിയാവുന്നവരുണ്ട്. എന്നാൽ ചിലർക്ക് 8 മണിക്കൂറും 10 മണിക്കൂറും. പക്ഷേ അത് 10 മണിക്കൂറൊക്കെ അധികമാണ്. മാക്സിമം ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ വരെയൊക്കെ അമിതമായിട്ട് ഉറക്കം താല്പര്യമുള്ളത്. അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. ശരീരപ്രകൃതി അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ വളരെ നേരത്തെ നമ്മൾ ഉറങ്ങാൻ കിടന്നെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ 6 മണിക്കൂർ ഉറങ്ങിയ ശേഷം വെളുപ്പിന് 4 മണിക്കോ 5 മണിക്കോ ഒക്കെ ഉണരുവാൻ ശ്രമിക്കാൻ കഴിയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ നമുക്ക് ധാരാളം വെള്ളം കുടിക്കണം. നമ്മളൊരു 6 മുതൽ 8 ഗ്ലാസ് വരെ വെള്ളം ദിനം പ്രതി കുടിക്കുവാൻ ശ്രദ്ധിക്കുക. വെള്ളം നമുക്ക് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അത് ആഹാരത്തിൻ്റെ ഒപ്പം വെള്ളം കുടിക്കാതിരിക്കുക. ഒന്നുകിൽ ആഹാരത്തിന് 1 മണിക്കൂർ മുൻപ് അല്ലെങ്കിൽ ആഹാരത്തിന് 1 മണിക്കൂർ ശേഷമാണ് വെള്ളം കുടിക്കേണ്ടത്. ചിലപ്പോൾ ഭക്ഷണം ഇറങ്ങിപ്പോകാൻ എന്ന വ്യാജേന നമ്മൾ ഇടയ്ക്ക് വെള്ളം കുടിക്കാറുണ്ട്. അല്പം സ്വല്പം കുടിക്കുന്നതിന് തെറ്റില്ല എന്നും ഇവിടെ കൂട്ടിച്ചേർത്ത് കൊള്ളട്ടെ. അപ്പോൾ ഉറക്കമില്ലായ്മ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. ഉറങ്ങുന്ന കാര്യം പറയുമ്പോൾ ഉറക്കമില്ലായ്മയെ കുറിച്ചിട്ട് പറയുന്ന പല ആളുകളുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ വൈകിട്ട് ഭക്ഷണം കഴിക്കുന്നത് വൈകി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം മിക്കവാറും ഇന്ന് 10 മണിക്കോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഒക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 11 മണിക്ക് നേരെ കയറി കിടന്നുറങ്ങുന്ന ആളുകളാണ് അധികം പേര്. പക്ഷേ അങ്ങനെയല്ല. ഭക്ഷണത്തിന് ഒരു കുറഞ്ഞത് 3-4 മണിക്കൂർ മുൻപേ എങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിൻ്റെ ദഹനം നടന്നതിന് ശേഷം വേണം ഉറങ്ങുവാൻ കിടക്കുവാൻ. എങ്കിലേ നമുക്ക് സ്വസ്ഥമായിട്ടുള്ള ഉറക്കം ലഭിക്കുകയുള്ളൂ. നന്നായിട്ട് നമുക്ക് ഉറങ്ങി നന്നായിട്ട് ഉണരുവാനും അടുത്ത പ്രഭാതത്തിൽ നമുക്ക് ഊർജ്ജസ്വലമായിട്ട് ഉണരുവാനൊക്കെ കഴിയുകയുള്ളൂ. ഉറങ്ങി ഉണർന്നാൽ ഉടനെ ആദ്യം ചെയ്യേണ്ടത് മലശോധന വരുത്തുക എന്നുള്ളതാണ്. കൃത്യമായി നമ്മളൊരു സമയം അതിനായിട്ട് നിഷ്കർഷിച്ചുകൊണ്ട് അധികം നമ്മൾ ശാരീരികമായിട്ട് ബലപ്രയോഗമില്ലാതെ തന്നെ മലശോധന വരുന്ന രീതിയിൽ കൃത്യസമയത്ത് നമ്മൾ ഉണർന്നാൽ ഉടനെ ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അപ്പോൾ അത് സുഖകരമായിട്ട് നടക്കുന്നതിന് നമുക്ക് രാവിലെ എണീറ്റാൽ ഉടൻ തന്നെ പച്ചവെള്ളം, 1 ഗ്ലാസ് പച്ചവെള്ളം അല്ലെങ്കിൽ 2 ഗ്ലാസ് 1-2 ഗ്ലാസ് പച്ചവെള്ളം ഉണർന്ന് ദന്തശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷം കുടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് മൊത്തത്തിലൊരു ഊർജ്ജസ്വലതയും അതോടൊപ്പം മലശോധന കൃത്യസമയത്ത് നടക്കുന്നതിനുമൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ തൃപ്തികരമായിട്ടുള്ള മലശോധന ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അസുഖങ്ങളുണ്ടാകും. അത് കൃത്യമായി പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് അസുഖങ്ങളെല്ലാം തന്നെ ഒഴിവായി പോകുവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ദന്തശുദ്ധി വരുത്തുക, മലശോധന നടത്തുക, അതുപോലെ ഭക്ഷണത്തിന് കൃത്യമായിട്ടൊരു സമയ വ്യവസ്ഥ ഉണ്ടാക്കുക. രാവിലെ നമ്മൾ കഴിക്കുന്നൊരു സമയം ഉണ്ടായിരിക്കണം. അതുപോലെ ഉച്ചയ്ക്ക്, ചിലപ്പോൾ വൈകിട്ടാണെങ്കിൽ അതിനൊരു സമയം. ഇതെല്ലാം തന്നെ കൃത്യത പാലിക്കാൻ ശ്രദ്ധിക്കുക. വല്ലപ്പോഴും ഒരിക്കലും തെറ്റുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ കൃത്യമായിട്ട് ഈ സമയങ്ങളിൽ, എന്നാൽ അമിതമല്ല, അത്യാവശ്യത്തിനുള്ള ഭക്ഷണം, അതായത് 1/4 പങ്ക് വയറ് നിറയുന്നത് വരെ 25% വയറ് ഒഴിച്ചിടണമെന്ന് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. അളവ് കുറവും എന്നാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകം ലഭിക്കുന്ന പോഷക ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. ആ രീതിയിൽ കഴിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യമുള്ള ശരീരവും അല്ലെങ്കിൽ ആരോഗ്യമുള്ള മനസ്സും നമുക്ക് പരിപാലിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനൊക്കെ സാധിക്കും.
അതോടൊപ്പം നമ്മൾ യോഗ പരിശീലനം കൂടി ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും ശരീരത്തിന് കൂടുതൽ ഉണർവും, അല്ലെങ്കിൽ നമുക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ പോലുള്ള ജീവിത ശൈലീ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടിക്കൊണ്ട് ഏറ്റവും സുഖകരമായിട്ട് നമുക്ക് ജീവിക്കാൻ, രോഗവിമുക്തമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാനായിട്ടൊക്കെ സാധിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഒരിക്കൽ കൂടി നന്ദി. ശരീരം സ്വസ്ഥമാക്കി ദീർഘശ്വാസോച്ഛ്വാസം ചെയ്യുക. കൈകൾ നെഞ്ചോട് ചേർത്ത് കൂപ്പിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീരം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാം വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ പിന്നിലേക്ക് കെട്ടി ഇടത് കൈക്കുള്ളിൽ വലത് കൈത്തണ്ട ചേർത്ത് മുന്നിലേക്ക് അമർന്ന് പ്രപഞ്ചശക്തിയെ വണങ്ങുക. തല ഉയർത്തി ശരീരം ഉയർത്തി നിവർന്നു വരാം. കയ്യിലെ കെട്ടുകൾ അഴിച്ച് കണ്ണുകൾ തുറന്നുകൊണ്ട് ശരീരം സ്വസ്ഥമാക്കി ദീർഘശ്വാസോച്ഛ്വാസം ചെയ്യുക. വീണ്ടും ധ്യാനം. കൈകൾ രണ്ടും ചിന്മുദ്രയിൽ തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ച് ബാക്കി 3 വിരലുകൾ നിവർത്തി കാൽമുട്ടുകളിലേക്ക് കൈകൾ നീട്ടി വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് ദീർഘശ്വാസം എടുക്കുക. ശ്വാസമുള്ളിൽ കുറച്ച് സമയം പിടിച്ചു നിർത്തുക. ദീർഘമായിട്ട് ശ്വാസം പുറത്തു. ഇങ്ങനെ 30 ശ്വാസോച്ഛ്വാസം പൂർത്തീകരിക്കും വരെ കണ്ണുകൾ അടച്ച് ശ്വസനഗതിയിൽ മാത്രം ശ്രദ്ധിച്ച് ഇരിക്കുക.
30 ശ്വാസോച്ഛ്വാസം പൂർത്തീകരിച്ച് ശരീരം സ്വസ്ഥമാക്കി ദീർഘശ്വാസോച്ഛ്വാസം ചെയ്യുക. ശേഷം ശവാസനത്തിലേക്ക് കിടക്കുക. ശരീരം അയഞ്ഞ് തളർന്ന് കാലുകളകറ്റി കൈകളകറ്റി ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ബലപ്രയോഗമില്ലാതെ കിടക്കുക. ദീർഘമായി ശ്വാസമെടുക്കാം, ദീർഘമായി ശ്വാസം പുറത്തുവിടുക. 30 ശ്വാസോച്ഛ്വാസം പൂർത്തീകരിക്കും വരെ കണ്ണുകൾ അടച്ച് ശ്വസനഗതിയിൽ മാത്രം ശ്രദ്ധിച്ച് കിടക്കുക. മുപ്പത് ശ്വാസോച്ഛ്വാസം പൂർത്തീകരിച്ച് ശരീരം വലതുഭാഗത്തേക്ക് ചരിച്ച് ഇടം കൈ കുത്തി സാവധാനം ഉണർന്നെണീറ്റ് സ്വസ്ഥമായ ആസനത്തിലേക്ക് ഇരിക്കാം. ദീർഘശ്വാസോച്ഛ്വാസം. അടുത്തത് ശ്വസന വ്യായാമം. കൈകൾ ലോക്ക് ചെയ്ത് മടിയിലേക്ക് വെക്കുക. ശ്വാസമെടുത്ത് മുകളിലേക്ക്. 1, ശ്വാസം വിട്ട് താഴേക്ക്. 2, 3, 4, 5, 6, 7, 8, 9, 10, കൈകൾ താഴ്ത്തി ശരീരം സ്വസ്ഥമാക്കി ദീർഘശ്വാസോച്ഛ്വാസം ചെയ്യുക. അടുത്തതായി നമ്മുടെ തലയുടെ വ്യായാമം. തല ഉപയോഗിച്ച് തലയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന വ്യായാമം. ആദ്യമായിട്ട് കണ്ണുകളുടെ വ്യായാമം. കണ്ണുകൾ വശങ്ങളിലേക്ക്. 1, 2, 3, 4. 1, 2, 3, 4.
1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ശരീരം സ്വസ്ഥമാക്കി കണ്ണുകളൊന്ന് ചിമ്മി തുറക്കുക. വീണ്ടും കണ്ണിൻ്റെ കൃഷ്ണമണികൾ വട്ടം കറക്കുക ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. 1 2 3 4 5 6 7 8 9 10. കണ്ണുകൾ വീണ്ടും തിരികെ കറക്കുക. 1 2 3 4 5 6 7 8 9 10. സ്റ്റോപ്പ് ദ പ്രാക്ടീസ്. കണ്ണുകൾ ചിമ്മി തുറക്കുക. ദീർഘശ്വാസോച്ഛ്വാസം ചെയ്യാം. വീണ്ടും ചുണ്ടുകളുടെ വ്യായാമം. ചുണ്ടുകൾ മുന്നിലേക്കും പിന്നിലേക്കും. പത്ത് തവണ ചുണ്ടുകളിലെ ചെയ്ത് പൂർത്തീകരിക്കുക. ശ്വാസോച്ഛ്വാസം ദീർഘമായിട്ട് ചെയ്യുക. വീണ്ടും നാവിൻ്റെ വ്യായാമം. നാവ് പുറത്തേക്ക് ഇട്ടിട്ട് നാവിൻ്റെ അഗ്രം മൂക്കിൻ്റെ തുമ്പിൽ തൊടാൻ ശ്രമിക്കുന്നു. അതുപോലെ നാക്ക് താഴേക്ക് താഴ്ത്തി കീഴ്ത്താടിയിൽ തൊടാൻ ശ്രമിക്കുക 10 പ്രാവശ്യം. പത്ത് തവണ ചെയ്ത് പൂർത്തീകരിക്കുക. ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യുക. വീണ്ടും നാവ് വായുടെ ഉള്ളിലൂടെ നമ്മുടെ മുൻവശത്തെ പല്ലുകളുടെ മുകളിലൂടെ ഇങ്ങനെ ചുഴറ്റുക. ഈ തിരികെ 10 തവണ കൂടി കറക്കുക എതിർ ഭാഗത്തേക്ക്. പത്തെണ്ണം പൂർത്തീകരിച്ച് ശരീരം സ്വസ്ഥമാക്കി ദീർഘശ്വാസോച്ഛ്വാസം ചെയ്യുക.
അടുത്തത് പിടലിയുടെ വ്യായാമം. പിടലി വശങ്ങളിലേക്ക് ബെൻഡ് ചെയ്യുക. ആദ്യം വലതുവശത്തേക്ക് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ശരീരം സ്വസ്ഥമാക്കി ദീർഘശ്വാസോച്ഛ്വാസം ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ വലത് കൈ പത്തി കൊണ്ട് മുഖത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. 1 ഇടത് കൈ കൊണ്ട് 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ശരീരം സ്വസ്ഥമാക്കി ദീർഘശ്വാസോച്ഛ്വാസം ചെയ്യുക. വീണ്ടും അടുത്തത് ഷോൾഡറിൻ്റെ വ്യായാമം. നമ്മുടെ കൈകൾ മടക്കി ഷോൾഡറിൽ പിടിക്കുക. ഷോൾഡറിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. തിരികെ കറക്കുക. 1 2 3 4 5 6 7 8 9 10. കൈകൾ താഴ്ത്തി ശരീരം സ്വസ്ഥമാക്കി ദീർഘശ്വാസോച്ഛ്വാസം ചെയ്യാം. ഇനി എല്ലാവരും ഒന്ന് എണീച്ച് നിൽക്കുക. എണീച്ച് നിന്നുകൊണ്ടുള്ളതാണ് അടുത്ത വ്യായാമങ്ങൾ. നമ്മുടെ കൈകളുടെ വ്യായാമം. അപ്പോൾ കൈകൾ ഇങ്ങനെ മുന്നിലേക്ക് നീട്ടിപ്പിടിക്കുക. കൈവെള്ള മുകളിലാക്കുന്ന രീതിയിൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് കൈമുട്ടുകൾ മടക്കി ഇങ്ങനെ തോളിൽ സ്പർശിക്കുകയും നിവർത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ കൈമുട്ടുകൾക്ക്, പ്രത്യേകിച്ച് ജോയിന്റുകൾക്കൊക്കെ കൂടുതൽ പ്രയോജനം ലഭിക്കുന്നു. സന്ധിവാദം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കുന്നതിന്, ഉണ്ടെങ്കിൽ മാറുന്നതിനുമൊക്കെ നല്ലതാണ്. നമ്മുടെ കൈയുടെ മുട്ടിന് താഴെയുള്ള കൊഴുപ്പുകളൊക്കെ അലിഞ്ഞ് പോകുന്നതിനുമൊക്കെ ഇത് നല്ല വ്യായാമം. കൈകളിങ്ങനെ മുന്നിലേക്ക് നീട്ടിപ്പിടിക്കുക. കൈ മടക്കി തോളിൽ തൊടുക. 1 2 3 4 5 6 7 8 9 10
11, 12, 13, 14, 15, 16, 17, 18, 19, 20. കൈകൾ താഴ്ത്തിയിടുക, ശരീരം സ്വസ്ഥമാക്കി ദീർഘശ്വാസോച്ഛ്വാസം ചെയ്യാം. വീണ്ടും അടുത്തത് കൈകൾ മുന്നിലേക്ക് നീട്ടി നമ്മുടെ കൈ വിരലുകൾ വിടർത്തി പിടിച്ചിട്ട് മുട്ടി ചുരുട്ടുക, കൈകൾ വിടർത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. കൈകൾ താഴ്ത്തിയിടുക, ശരീരം സ്വസ്ഥമാക്കി കൈകളിലെ രക്തസഞ്ചാരത്തെ അനുഭവിച്ചറിയുക. വീണ്ടും നമ്മുടെ കൈയുടെ കുഴകൾ, ഈ ഭാഗത്തിനുള്ള വ്യായാമം, ഇതെല്ലാം തന്നെ ജോയിന്റ് പെയിൻ പോലുള്ള പ്രശ്നങ്ങൾ, സന്ധിവാതത്തിനൊക്കെ ഗുണം ചെയ്യുന്ന ആസനമാണ്. നമ്മുടെ കൈകൾ നന്നായിട്ട് വഴങ്ങിക്കിട്ടുന്നതിന് നല്ലതാണ്. അപ്പോൾ മുട്ടികൾ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് കൈകൾ നീട്ടി മുട്ടികൾ ചുരുട്ടി പിടിക്കുക, കൈയുടെ കുഴ ഇങ്ങനെ കറക്കി കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. തിരിച്ച് എതിർഭാഗത്തേക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കൈകൾ താഴ്ത്തിയിടുക, ശരീരം സ്വസ്ഥമാക്കി ദീർഘശ്വാസോച്ഛ്വാസം ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ കൈകൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈകൾ തട്ട് മുട്ടാനും ഒക്കെ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുറിയിൽ നിന്ന് മാറ്റി വെച്ച ശേഷം കൈകൾ കറക്കുക. കൈകൾ നന്നായിട്ട് കറക്കി കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. തിരികെ കറക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കൈകൾ താഴ്ത്തിയിടുക, ശരീരം സ്വസ്ഥമാക്കി ദീർഘശ്വാസോച്ഛ്വാസം ചെയ്യുക. ഇനി അടുത്തത് നമ്മുടെ അരക്കെട്ടിന്റെ വ്യായാമമാണ്. അരക്കെട്ടിൽ കൊഴുപ്പുകൾ അടിഞ്ഞു കൂടുന്നതിന്, അല്ലെങ്കിൽ അടിവയറിലെ കൊഴുപ്പുകളൊക്കെ അരിയുന്നതിന്, അതുപോലെ അരക്കെട്ടിന് നല്ല വഴക്കം ലഭിക്കുന്നതിനുമൊക്കെ ഗുണപ്രദമായിട്ടുള്ളൊരു ആസനമാണ് ഈ അരക്കെട്ടിന് വേണ്ടി നമ്മൾ ചെയ്യുക. ഇത് ചെയ്യുന്നതിന് കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കുക. ശേഷം നമ്മുടെ കൈകൾ ഇങ്ങനെ ഹിപ്പിൽ പിടിച്ചിട്ട്
റൊട്ടേറ്റ് ചെയ്യുക. അരക്കെട്ടിനെ ഇങ്ങനെ കറക്കി കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. തിരികെ എതിർഭാഗത്തേക്ക് കറക്കുക. 1 2 3. ഇനി നമ്മൾ വീണ്ടും ശവാസനത്തിലേക്ക് കിടക്കുക. നമ്മൾ ആദ്യം കിടന്ന പോലെ തന്നെ കാലുകൾ അകറ്റി, കൈകൾ അകറ്റി, ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ബലപ്രയോഗമില്ലാതെ അയഞ്ഞ് തളർന്ന് കിടക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് പിന്നിലേക്ക് കിടക്കുക, ശവാസനത്തിലേക്ക് കിടക്കുക. ശവാസനത്തിൽ കിടന്നതിന് ശേഷം ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യുക. കണ്ണുകൾ മെല്ലെ അടയ്ക്കാം. നിങ്ങളുടെ ശരീരഭാഗങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ആദ്യമായി തലയിലേക്ക് ശ്രദ്ധിക്കുക. ശിരസിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് ശിരസിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ക്രമേണ നെറ്റിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നെറ്റിയിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് നെറ്റിയിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ക്രമേണ കണ്ണുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. കണ്ണുകളിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് കണ്ണുകളിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ക്രമേണ നാസിക അല്ലെങ്കിൽ മൂക്കിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നാസികയിലൂടെയുള്ള ശ്വാസഗതിയെ ശ്രദ്ധിക്കാം. ക്രമേണ ചുണ്ടുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ചുണ്ടുകളിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് ചുണ്ടുകളിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ക്രമേണ താടിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. താടിയിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് താടിയിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ക്രമേണ കഴുത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. കഴുത്തിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് കഴുത്തിലെ ശ്വാസഗതിയെ ശ്രദ്ധിക്കുക. ക്രമേണ തോളുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. തോളുകളിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് തോളുകളിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ക്രമേണ കൈമുട്ടുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കൈമുട്ടുകളിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് കൈമുട്ടുകളിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ക്രമേണ കൈത്തണ്ടയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. കൈത്തണ്ടയിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് കൈത്തണ്ടയിലെ ശ്വാസഗതി ശ്രദ്ധിക്കുക. ക്രമേണ കൈയുടെ ജോയിന്റുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കൈയുടെ ജോയിന്റുകളിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച്
ശ്വാസത്തെ ശ്രദ്ധിക്കുക. ക്രമേണ കൈപ്പത്തിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കൈപ്പത്തിയിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് കൈപ്പത്തിയിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ക്രമേണ കൈവെള്ളയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. കൈവെള്ളയിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് കൈവെള്ളയിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ക്രമേണ നിങ്ങളുടെ ശ്രദ്ധ നെഞ്ചിലേക്ക് കൊണ്ടുവരിക. നെഞ്ചിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് നെഞ്ചിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. നെഞ്ചിലെ ആന്തരിക അവയവങ്ങളിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് ശ്വാസത്തെ ശ്രദ്ധിക്കാം. ക്രമേണ വയറിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. വയറിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് വയറിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. അരക്കെട്ടിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. അരക്കെട്ടിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് അരക്കെട്ടിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ക്രമേണ ജനനേന്ദ്രിയങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ജനനേന്ദ്രിയങ്ങളിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് ശ്വാസത്തെ ശ്രദ്ധിക്കുക. ക്രമേണ തുടകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. തുടകളിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് തുടകളിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ക്രമേണ കാൽമുട്ടുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. കാൽമുട്ടുകളിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് കാൽമുട്ടുകളിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ക്രമേണ കാലിൻ്റെ കണങ്കാലിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് കണങ്കാലിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. കാലിൻ്റെ ജോയിന്റുകളിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് കാലിൻ്റെ ജോയിന്റുകളിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ക്രമേണ കാൽപ്പത്തിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. കാൽപ്പത്തിയിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് കാൽപ്പത്തിയിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ക്രമേണ കാൽവെള്ളയിലൂടെ ശ്വാസമെടുക്കുന്നതായി സങ്കല്പിച്ച് കാൽവെള്ളയിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ശരീരം ഇപ്പോൾ പൂർണ്ണമായും അയഞ്ഞു തളർന്ന് വിശ്രമിക്കുന്നു. ദീർഘമായി ശ്വാസമെടുക്കുമ്പോൾ ശരീരം ഉയർന്നു പൊങ്ങുന്നതായും ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം താണു താണ് ഭൂമിയിൽ പതിഞ്ഞു ചേരുന്നതും അനുഭവിച്ചറിയുക. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേഷാം പൂർണ്ണം ഭവതു. ഓം ശാന്തി ശാന്തി ശാന്തി. ശരീരം മെല്ലെ വലതുഭാഗത്തേക്ക് ചിരിച്ച് ഇടം കൈ കുത്തി സാവധാനം ഉണർന്നെണീറ്റ് സ്വസ്ഥമായ ആസനത്തിലേക്ക് ഇരുന്ന് ദീർഘശ്വാസോച്ഛ്വാസം ചെയ്യാം. കൈകൾ നെഞ്ചോട് ചേർത്ത് കൂപ്പിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് സർവചരാചരങ്ങൾക്കും ശാന്തി പ്രാർത്ഥിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ പിന്നിലേക്ക് കെട്ടി ഇടത് കൈക്കുള്ളിൽ വലത് കൈത്തണ്ട ചേർത്ത് മുന്നിലേക്ക് അമർന്ന് പ്രപഞ്ചശക്തിയെ വണങ്ങുക. തലയുയർത്തി ശരീരമുയർത്തി നിവർന്നു വരാം. കൈയിലെ കെട്ടുകൾ അഴിച്ച് കൈവെള്ളകൾ നന്നായി കൂട്ടിത്തിരുമി കൈവെള്ളയിലെ ഊഷ്മാവ് കണ്ണുകളിലേക്ക് പകർന്ന് മുഖത്ത് തലോടി കഴുത്തിലെ പേശികളിൽ തലോടി
നെഞ്ചിൽ തലോടി, വയറിൽ തലോടി, തുടകളിൽ തലോടി, കാൽമുട്ടിൽ തലോടി, കണങ്കാലിൽ തലോടി, കാൽപ്പത്തിയിലും കാൽവെള്ളയിലും തലോടി, കൈകൾ മുഖത്തിന് മുന്നിലായി ചേർത്ത് പിടിച്ച് വളരെ സാവധാനം കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കുക. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നന്ദി പ്രകടനങ്ങളും കമൻ്റ് രൂപത്തിൽ എഴുതിയിടാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.